ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സമോസ ഷീറ്റ് വെച്ചിട്ട് സമോസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പലർക്കും ഇത് അറിയണുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ സമോസ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സമോസ ഷീറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇതുപോലത്തെ സമോസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് ബ്രാൻഡിൻ്റെ സമോസ ഷീറ്റ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കിലോൻ്റെ പാക്കറ്റ് എനിക്ക് 70 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ ഇതുപോലത്തെ സമോസ ഷീറ്റാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി ഈ സമോസ ഷീറ്റിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഒരു കോണ് പോലെ നമുക്ക് ഇതേപോലെ മടക്കി കൊടുക്കണം. അപ്പോൾ കോണ് പോലെയാണ് മടക്കി എടുക്കേണ്ടത്. ഇനി ഞാനിവിടെ കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ വശങ്ങളിൽ ഒന്ന് ഒട്ടിയിരിക്കാനായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലും മൈദയുടെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു പോക്കറ്റ് പോലെ ഫില്ലിങ് നിറയ്ക്കാനായിട്ടുള്ള ഒരു ഇത് റെഡിയായി കിട്ടും. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് സമോസ ഷീറ്റിൽ സമോസ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് നോമ്പിൻ്റെ സമയത്തൊക്കെ ഇതുപോലെ സമോസ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സമോസ ഫില്ലിങ് നിറയ്ക്കാനുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫില്ലിങ് വെക്കുമ്പോൾ ഇതിൻ്റെ 3/4 ഭാഗം വരുന്ന രീതിയിൽ മാത്രം ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട് പാടില്ല. ഇനി ഈ ഭാഗത്ത് മൈദയുടെ പേസ്റ്റ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്തും മൈദയുടെ പേസ്റ്റ് പുരട്ടി കൊടുത്തിട്ട് ഫില്ലിങ് പോവാത്ത രീതിയിൽ നല്ല ടൈറ്റ് ചെയ്ത് ഇതിൻ്റെ ഈ വശത്തോട്ട് നമ്മളൊന്ന് മടക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ സമോസ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം കൂടിയും ഒന്ന് മടക്കി കൊടുക്കാനുണ്ട്. അതിനായിട്ട് മൈദയുടെ പേസ്റ്റ് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും മൈദയുടെ പേസ്റ്റ് തടവി കൊടുക്കുക. ഒന്ന് ഇങ്ങോട്ട് മടക്കി വെച്ച് കൊടുത്താൽ നമ്മുടെ സമോസ ഇവിടെ റെഡിയായി കിട്ടും. ഇപ്പം നമ്മുടെ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ഷീറ്റിലും കൂടിയും ഒന്ന് ഫോൾഡ് ചെയ്ത് സമോസ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ സമോസ ഷീറ്റ് ഒരു ട്രയാങ്കിൾ പോലെ ഈ ഭാഗത്തുനിന്ന് ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം മൈദയുടെ പേസ്റ്റ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഒട്ടുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒന്ന് മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് ഒരു കോണ് പോലെ മടക്കിയെടുക്കുക. ഇപ്പോൾ നമുക്ക് ഫില്ലിങ് നിറയ്ക്കാനുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. നിറച്ച് കൊടുക്കുമ്പോൾ 3/4 ഭാഗം വരെ നിറച്ച് കൊടുത്താൽ മതി. ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കാൻ പാടില്ല. ഇനി ഈ ഭാഗത്ത് മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് നമുക്കിത് ഇങ്ങോട്ട് ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള സൈഡിൽ മൈദയുടെ പേസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് മടക്കുമ്പോൾ നമ്മുടെ സമോസ ഇവിടെ റെഡിയായി കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സമോസ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വരണ വരയ്ക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഏത് കളറിലാണോ ഇഷ്ടം അതുവരയ്ക്ക് നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.